السلام عليكم. وعليكم السلام ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا. Okay, so Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. In nuridu lil islaha ma istata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi ishrah li sadri wa yassir li amri wa ahlul 'uqdatan min lisani yafqahu qawli. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പം കുറച്ച് ജാസിലിന്റെ ഖിറാത്താണ് കേട്ടത്. ഇനി മാസിൻ അജ്മൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം ചേരും. മാസിനും 10 ആയത്ത്, ആദ്യത്തെ 10 ആയത്ത്, സൂറത്തുൽ കഹ്ഫിൽ ആദ്യത്തെ 10 ആയത്തിന്റെ പ്രത്യേകത എന്താ ഓർക്കുന്നുണ്ട് ആരെങ്കിലും? എന്താ 10 ആയത്തിന്റെ പ്രത്യേകത? ആദ്യത്തെ 10 ആയത്ത് ഓതിയാൽ അന്ത്യനാള് സംഭവിച്ചാൽ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പൊ മാസിനും കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓതി തരും കേട്ടോ, ഇൻഷാ അല്ലാഹ്. നമ്മളുടെ കൂട്ടത്തില് ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന മറ്റ് കുട്ടികളൊക്കെ ഉണ്ട്. നമ്മളുടെ പഠിതാക്കളുടെ മക്കളായിട്ട് കുറെ പേരുണ്ട്, എനിക്കറിയാവുന്ന പലരും ഉണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ ഖുർആൻ ഹിഫ്ളാക്കാനും അത് ഓർമ്മയിൽ നിലനിർത്താനും ജീവിതത്തിൽ അതിന്റെ ആശയങ്ങൾ പകർത്താനും ഒക്കെയുള്ള തൗഫീക്ക് നമുക്കും ആ മക്കൾക്കും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് സൂറത്തുൽ കഹ്ഫിന്റെ 2ാമത്തെ ആയത്തിലാണ് ഉള്ളത്. 2ാമത്തെ ആയത്തിന്റെ സെക്കൻഡ് പാർട്ട് ബിയിലാണ് ഇന്ന് നമ്മളുള്ളത്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ പോലെ ഇന്നും ചിലപ്പോൾ ഒരു 2ാമത്തെ ആയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പരമാവധി നമുക്ക് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് എത്രയാണോ പൂർത്തിയാക്കാൻ പറ്റുന്ന അത്രയും പൂർത്തിയാക്കാം. ഞാൻ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ട. ഇത് വളരെ സ്ലോലി ഡീപ്പായിട്ട് പോകുന്ന ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ആയത്തുകൾ തീരാത്തത് കൊണ്ട് നമുക്ക് വിഷമം വേണ്ട. തുടക്കത്തിലെ 10 ആയത്തുകൾക്ക് കുറച്ച് സമയം വൈകും. പക്ഷെ അതിനുശേഷം കഥകൾ, അൽ കഹ്ഫിലെ 4 കഥകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട 4 കഥകൾ. അതിൻ്റെ അകത്തേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നമ്മളിവിടെ ഈ ഖയ്യിമൻ എന്നുള്ളത് അല്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഖയ്യിമൻ ലിയുൻദറ ബഅസൻ ശദീദൻ ആ പാർട്ടാണ് പഠിച്ചത്. അതിൽ ഖയ്യിമിനെ കുറിച്ച് അത് ഹാലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഖയ്യിമൻ എന്നുള്ളത് ഹാലാണ് എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു പാർട്ട് കഴിഞ്ഞ ആഴ്ച പറയാൻ വിട്ടത് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോകാം. അതായത് പിന്നെ അറബി ഭാഷയിൽ നമ്മളിപ്പോ ഗ്രാമർ പറഞ്ഞു അല്ലെ. ഗ്രാമർ ഞാൻ നിങ്ങളോട് പറഞ്ഞു, റഅയ്തുഹു ജാലിസൻ, ഞാൻ അവനെ ഇരിക്കുന്ന ആളായിട്ട് കണ്ടു എന്ന് അറബി ഭാഷയിൽ പറയുമ്പോൾ ജാലിസൻ എന്നുള്ളതാണ് എന്ത്? ജാലിസൻ എന്നുള്ളതാണ് അതിന്റെ ഹാല് അല്ലെ. അല്ലെങ്കിൽ റഅയ്തുഹ
ഖായിമതൻ റഅയ്തുഹാ റഅയ്തുഹാ ഖായിമതൻ എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ടു ഖായിമതൻ നിൽക്കുന്നവളായിട്ട് കണ്ടു, അവനെ ഇരിക്കുന്നവനായിട്ട് കണ്ടു, നിൽക്കുന്നവളായിട്ട് കണ്ടു എന്നൊക്കെ പറയുമ്പോ ഖായിമതൻ അല്ലെങ്കിൽ ജാലിസൻ ജാലിസത്തൻ എന്നൊക്കെ പറയുന്നതാണ് ഹാല്. ഖുർആനിൽ നമ്മൾ ഈ ഗ്രാമർ പറയുമ്പോൾ ഞാൻ എപ്പോഴും ഗ്രാമറിന്റെ ഒപ്പം വൈ ദാറ്റ് ഗ്രാമർ ഇസ് ഇമ്പോർട്ടന്റ് അതും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇവിടെ ഖയ്യിമൻ എന്നുള്ളത് ഖുർആൻ അല്ലദി അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, ആ കിതാബിന്റെ ഒരു ഹാലായിട്ടാണ് പറഞ്ഞത് അല്ലെ. ഖയ്യിമൻ, ഖയ്യിമന്റെ അർത്ഥം എന്താ? ഖയ്യിമന്റെ അർത്ഥം ഒരുപാട് അർത്ഥം, വിശാലമായ അർത്ഥം നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരായ ചൊവ്വായ ദിശയിൽ നിലകൊള്ളുന്ന, നമ്മളെയൊക്കെ നേരെ നിലനിർത്തുന്ന ഒരു ഗ്രന്ഥം, ഏത് വഴിയിലേക്കും തെറ്റിപ്പോകാതെ എല്ലാ കാലഘട്ടത്തിലും ഏത് പ്രശ്ന കലുഷിതമായ ബഹളമയമായ ലോകത്തിലും നമ്മളെല്ലാവരെയും സത്യത്തിലും നേരായ വഴിയിലും ഉറപ്പിച്ചു നിർത്തുന്ന ചൊവ്വായ ഗ്രന്ഥം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഖയ്യിം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹാല് എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഹാൽ എന്ന് പറയുന്ന ഗ്രാമറ്റിക്കൽ കോണ്ടെക്സ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ഗ്രന്ഥം ഏത് അവസ്ഥയിലും നമ്മളെ നേരായ വഴിയിൽ നിലനിർത്തണം എന്ന ഒരു ഇംപ്ലിക്കേഷൻ, എന്ന ഒരു സൂചന അതിലുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. അത് ഖയ്യിമൻ എന്ന പദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയുടെ ഈ ഗ്രാമർ നമ്മൾ മനസ്സിലാക്കിയ ഹാൽ എന്ന് പറയുന്ന ആ ഗ്രാമറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ ഖുർആൻ ഖയ്യിമൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എപ്പോഴും നിലകൊള്ളണം. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആ ഹാല് നമ്മുടെ ഹാലായിട്ട് മാറണം. എന്താ നിങ്ങളുടെ ഹാല് എന്ന് ചോദിക്കാറില്ലേ? കൈഫൽ ഹാൽ, കൈഫ ഹാലുക്. അപ്പൊ നമ്മുടെ ഒരു ഹാലിനെ കുറിച്ചാണ് അള്ളാഹു ആ പദം ഹാലായിട്ട് പ്രയോഗിക്കുമ്പോ അതാണ് അതിന്റെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു അവസ്ഥയിലും നമ്മൾ അള്ളാഹുവിന്റെ വഴിയിൽ ഈ വേദഗ്രന്ഥത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് കലുഷിതമായ ഏത് ബഹളമയമായ അന്തരീക്ഷത്തിലും നേരെ ചൊവ്വേ നിലകൊള്ളാൻ പറ്റും. ഞാൻ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു മലവെള്ളപ്പാച്ചിലിൽ നമ്മളെല്ലാവരും ആ മലവെള്ളപ്പാച്ചിലിന്റെ വെള്ളത്തിന്റെ പ്രവാഹത്തിൽ നമ്മൾ ഒഴുകിപ്പോകും. പക്ഷെ നമുക്കൊരു ആ വെള്ളത്തിന്റെ നടുക്ക് ഒരു വലിയ തൂണുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ വടി, ഒരു വലിയ സ്തംഭം അവിടെ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ അതിൽ പിടിച്ചു നിൽക്കും. ഈ ഖുർആൻ അതാണ്. ഈ ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളും, സകല ബഹളത്തിലും, എല്ലാ കുഴപ്പങ്ങളിലും, എല്ലാ അശ്ലീലതകളിലും, എല്ലാ അധാർമികതകളിലും, എല്ലാ സദാചാര ലംഘനങ്ങളിലും എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന, നമ്മുടെ ഹാലിനെ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ. ആ ഹാലായിട്ട് പ്രയോഗിച്ചതിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു വശം അതാണ് കേട്ടാ. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മുടെ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിലുമുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും അഭിസംബോധന ചെയ്യുകയും നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കീഴടക്കുകയും ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ഖുർആനിനെ കുറിച്ച് നമ്മുടെ ഒന്നാമത്തെ കൺസെപ്റ്റ് ആവേണ്ടത്. നമ്മുടെ ഏത് ഘട്ടത്തിലും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും നിയന്ത്രിക്കുകയും അതിനെ നേരായ വഴിയിലൂടെ ചലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ക്ലിയർ? ഓക്കെ. ഇനി നമ്മള് ബഅസിന്റെ അർത്ഥം പറഞ്ഞു അല്ലെ. ബഅസിന്റെ അർത്ഥം എന്താ? ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു അല്ലെ. ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. ശദീദുൽ ബഅസ് അല്ലെ. ബഅസിന് എന്താ അർത്ഥം പറഞ്ഞ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? കഠിനമായ ഒരു യുദ്ധം അല്ലെങ്കിൽ കഠിനമായ ഒരു കുഴപ്പം. ആ കുഴപ്പത്തെ കുറിച്ച് ലിയുൻദിറ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞപ്പോ ലിയുൻദിറ എന്നുള്ളിടത്ത് മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ്? അതിന്റെ ഫാഇൽ. യുൻദിറ എന്നുള്ളത് ഫിഅൽ മുളാരി ആണ് അല്ലെ. എല്ലാ ഫിഅലിനും ഒരു ഫാഇൽ ഉണ്ടാവും അല്ലെ. ഉണ്ടാവൂലേ? ഒരു പ്രവൃത്തി ചെയ്യുന്ന ആള്. ഇവിടെ ലിയുൻദിറ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകുന്ന ആളാണ്. ഇവിടെ ആരാണ് മുന്നറിയിപ്പ് നൽകുന്നത്?
റസൂല് ഒന്നുകിൽ അത് അള്ളാഹു ആണ്, അല്ലെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, റസൂലാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനാണ്, ഖുർആൻ തന്നെയാണ്. കാരണം ഇത് മൂന്നിനും പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു ആ പദം പ്രയോഗിച്ചിട്ടുള്ളത്. കാരണം ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ അതാണല്ലോ പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി. അൻസല എന്ന് പറയുന്നത് ആരാ? അള്ളാഹു ആണ്. അബ്ദ്, ആർക്ക് മേലാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത്? അബ്ദ്, തന്റെ ദാസൻ. അതാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ കിതാബ്, ഈ വേദഗ്രന്ഥം. എന്റെ ഈ വേദഗ്രന്ഥത്തിന്റെ ഒരു വിശേഷണം പറഞ്ഞു, ഖയ്യിമൻ. എന്നിട്ടാണ് ലിയുൻദിറ പറയുന്നത്. അപ്പോ മൂന്ന് രൂപത്തിലും മൂന്ന് സംഗതികളും ഇതിന്റെ ഫായിലാകാം. അള്ളാഹു ആകാം, പ്രവാചകനാകാം, ഖുർആനാകാം. ഇനി ഇത് മൂന്നും കൂടി ചേർന്നും ആകാം. കാരണം അള്ളാഹു ഉണ്ടെങ്കിലല്ലേ വേദഗ്രന്ഥം ഉണ്ടാവുള്ളൂ. ആ വേദഗ്രന്ഥം തന്റെ ദാസന് അള്ളാഹു അവതരിപ്പിച്ചാലല്ലേ ആ വേദഗ്രന്ഥത്തിന് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഒരു ദാസന്, ഒരു മനുഷ്യന്റെ ജീവിതം കാണിച്ചു കൊടുക്കാനായിട്ട് അത് അവതരിപ്പിക്കണമല്ലോ. അപ്പോ മൂന്നർത്ഥത്തിലും ആകാം കേട്ടാ. ഓരോരുത്തരെ സെപ്പറേറ്റ് എടുത്താലും അത് വ്യത്യസ്തമല്ല. അതായത് ഇപ്പൊ ഖുർആനാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അന്തിമമായ അർത്ഥം എന്താ? ഖുർആനാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവാണ് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രവാചകനാണ് മുന്നറിയിപ്പ് നൽകുന്നത് വെച്ചാലും അന്തിമമായിട്ട് പ്രവാചകന് മുന്നറിയിപ്പ് നൽകാനുള്ള വിജ്ഞാനം എവിടെ നിന്ന് കിട്ടണം? അതിന്റെ സോഴ്സ് ഏതാ? അള്ളാഹുവാണ്. മനസ്സിലാകും. അപ്പോ അന്തിമമായിട്ട് ഇത് മൂന്ന് വെച്ചാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ആ ലിയുൻദിറ എന്നതിന് ഒരു പ്രത്യേക ഫായില് അള്ളാഹു പറയാതിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ബഅസൻ ഷദീദൻ, അതിശക്തമായ കഠിനമായ ഒരു യുദ്ധത്തെ കുറിച്ചാണ് മുന്നറിയിപ്പ്. അതിൽ നമ്മൾ ഒരുപാട് വിശദീകരിച്ചു. അതൊരു പക്ഷേ ഹർബാകാം, യുദ്ധമാകാം. ബഅസ് എന്ന് പറയുന്നത് അതികഠിനമായ പരീക്ഷണങ്ങളാകാം. ബഅസിന് സാധാരണഗതിയിൽ ദുനിയാവിലെ യുദ്ധത്തെ കുറിച്ചാണ്, പരലോകത്തെ പ്രശ്നത്തെ കുറിച്ചല്ല, പരലോകത്തെ കഠിനമായ ശിക്ഷയെ കുറിച്ചല്ല പറയുന്നത്. മറിച്ച് ദുനിയാവിലെ തന്നെ ശിക്ഷയെ കുറിച്ചാണ്, ദുനിയാവിൽ തന്നെ നമുക്ക് വരാനിരിക്കുന്ന അതികഠിനമായ പരീക്ഷണങ്ങളെ കുറിച്ചാണ് ആ പറയുന്നത് എന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനത്തെ ഒരു യുദ്ധത്തെ കുറിച്ച് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതാണ് ലിയുൻദിറ എന്നത് പിന്നെ അൻസലയുമായി ബന്ധിപ്പിച്ചിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വീക്ഷണം. അതായത് അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി. ആ അൻസല എന്ന് പറയുന്ന വാചകം ഉണ്ടല്ലോ, എന്താണ്? ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലിയുൻദിറ, താക്കീത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, വാൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലിയുൻദിറ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഡൈസെക്ട് ചെയ്ത് നോക്കിയേ. ലി എന്ന് പറയുന്ന വാക്ക് ലാം അല്ലെ, ലാമുൽ ഹർഫ്. ആ ലാമുൽ ഹർഫിനെ കുറിച്ച് പറയാം ലാമുൽ ഇല്ലത്ത് എന്ന് പറയാം. ലാമുൽ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം, സബബ്. ലാമുൽ ഇല്ലത്ത്. അപ്പോ യുന്ദിറ, അന്തറ യുന്ദിറു, മുന്തിർ അല്ലെ, മുന്തിർ, നദീർ എന്നൊക്കെ ഉള്ള പദം. നദീർ, മുന്തിർ. അപ്പൊ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. അപ്പൊ ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് ലിയുന്ദിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ കഠിനമായ ഒരു ശിക്ഷ, ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരാനുണ്ട് എന്നതിന്റെ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ഈ വേദഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? സോ ദാറ്റ് ദിസ് ബുക്ക് ക്യാൻ വാൺ യു അഗൈൻസ്റ്റ് an intense war, an intense turmoil, an intense trouble. വലിയൊരു ശക്തമായ കുഴപ്പം, ഒരു കഠിനമായ പരീക്ഷണം, ഒരു യുദ്ധം നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ വൺ ഓഫ് ദ ഗ്രേറ്റ് ഗോൾസ് ഓഫ് ദിസ് ബുക്ക്, ഈ വേദഗ്രന്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്, എല്ലാം ലക്ഷ്യമല്ല, പല ലക്ഷ്യങ്ങളുണ്ട് ഈ ഗ്രന്ഥത്തിന് അല്ലെ. ഖുർആന്റെ മറ്റൊരു ലക്ഷ്യം എന്താ? ഉദാഹരണം പറഞ്ഞാല് ഹുദ, നമുക്ക് സന്മാർഗം തരിക എന്നുള്ളതാണ്. ആ കൂട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഈ പ്രത്യേകിച്ചും അന്ത്യനാളിനോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ത്യനാളിന്റെ ഒരു കാഹളം മുഴക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് വരാനിരിക്കുന്ന അതിശക്തമായ ഒരു പരീക്ഷണത്തെ കുറിച്ച്, ആ പരീക്ഷണം ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി വിശദീകരിക്കാം കേട്ടോ. ഓക്കെ, അതാണ് ഒരു പ്രധാനപ്പെട്ട. ഇനി അതുപോലെ തന്നെ ഈ ലിയുന്ദിറ എന്നുള്ളത് ഖയ്യിമനുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതായത് ഈ വേദഗ്രന്ഥം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് നമ്മൾ പറഞ്ഞല്ലോ, നേരെ ചൊവ്വെ നിലകൊള്ളുന്ന. എന്തിനാണ് ഈ വേദഗ്രന്ഥത്തെ അള്ളാഹു കയ്യുമായിട്ട് അവതരിപ്പിച്ചത്? ലിയുന്തിറ. അപ്പൊ ലിയുന്തിറ എന്നതിന്റെ കണക്ഷൻ എന്തുമായിട്ടാണ്? കയ്യമനാണ്. അതായത് ഈ പുസ്തകം, ഈ വേദഗ്രന്ഥം അള്ളാഹു ഒരു സ്ഥലകാല വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ട്, ടൈംലെസ് ആയിട്ട് അള്ളാഹു അവതരിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ കാലത്തും വരാനിരിക്കുന്ന, പ്രത്യേകിച്ച് അന്ത്യനാളിൽ വരാനിരിക്കുന്ന ഒരു കഠിനമായ യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ ഇത് ഇൻസാല് അവതരിപ്പിച്ചതുമായിട്ടല്ല അതിന് ബന്ധം, മറിച്ച് ഈ പുസ്തകത്തെ, ഈ വേദഗ്രന്ഥത്തെ അപ്രൈറ്റ് ആയിട്ട് നിലനിർത്തി എന്നതുമായിട്ടാണ് അതിന്റെ ബന്ധം. അതായത് ഈ പുസ്തകം, ഈ വേദഗ്രന്ഥം ടൈംലെസ് ആയിട്ട് എല്ലാ കാലത്തേക്കും പറ്റിയതായിട്ട് നിലകൊള്ളുന്നു എന്നതിന്റെ അർത്ഥം ഇതിന്റെ വാണിങ്, ഈ ഗ്രന്ഥത്തിന്റെ വാണിങ്ങും എന്താണ്? ടൈംലെസ് ആണ്. അതും എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? ഓരോ തലമുറയിലും, ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും ഈ ബസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഖുർആൻ വാൺ ചെയ്യുന്ന, താക്കീത് ചെയ്യുന്ന ബസ്, ആ ശക്തമായ കുഴപ്പം അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി ഈ ബഅസൻ ഷദീദൻ എന്നുള്ളത് എന്താണ്? എന്താണ് ഇതിന്റെ ശരിക്കുള്ള അർത്ഥം? നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ യുദ്ധങ്ങള്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ, അതിനെക്കുറിച്ചാണോ ഇത് പറയുന്നത് എന്നതാണ് നമ്മൾ ഇനി അടുത്ത് പരിശോധിക്കുന്നത്. അൽ ബഹ്റുൽ മുഹീത്ത് എന്ന് പറയുന്ന ഇബ്നു ഹയ്യാന്റെ തഫ്സീറില്, അതുപോലെ തന്നെ ജമഖ്ശരിയുടെ കശ്ശാഫ്, അൽ കശ്ശാഫ് എന്ന് പറയുന്ന തഫ്സീറിലൊക്കെ പറയുന്നത്, ഈ ദുനിയാവിൽ തന്നെ, ഈ ദുനിയാവിലുമാകാം പരലോകത്തും ആകാം, രണ്ട് സ്ഥലത്തും, അതായത് ദുനിയാവിൽ വരുന്ന ശക്തമായ പരീക്ഷണത്തെ കുറിച്ചുള്ള ഒരു വാണിംഗ് ആകാം, അല്ലെങ്കിൽ പരലോകത്ത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ മനുഷ്യരിലെ നിഷേധികളായ ആളുകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ശിക്ഷയെക്കുറിച്ചും ആകാം എന്നാണ് ഈ രണ്ട് തഫ്സീർ പറയുന്നത്. ഇബ്നു ആഷിർ പറയുന്നത് ഇത് ഈ ദുനിയാവിൽ തന്നെ നമുക്ക് സംഭവിക്കാനുള്ള ഒരു ശക്തമായ പരീക്ഷണത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപത്തിലാകാമെന്നാണ്. ഒന്ന്, മുസ്ലിങ്ങൾ പരസ്പരം തന്നെ, അല്ലെങ്കിൽ ഈ ഇൻകാന ഫി ദുനിയ ഫഹുവ ബിവാസിത്തത്തിൽ മുസ്ലിമീന ഇസ്തിഅമാലഹു മജാസിയൻ. അതായത് ഈ ഭൂമിയിലാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളുടെ തന്നെ കുഴപ്പത്താൽ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പരസ്പരമുള്ള ഇന്റേണൽ പ്രശ്നങ്ങളാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ബഅസിനെ കുറിച്ചാണ് ആ പറയുന്നത് എന്നാണ് ഇബ്നു ആഷിർ പറയുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി അഥവാ ഇത് ഇൻകാന ഫിൽ ആഖിറ, പരലോകത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഫഹുവ മിൻ ഇൻദില്ലാ, അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷയെ കുറിച്ചാണ് ആ പറയുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ അകത്ത് വേറൊരു സംഗതി, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മനാസിർ ഷെയ്ഖ് മനാസിർ അഹ്സൻ ഗീലാനി, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇവിടെ ഈ ബഅസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഅസല്ലദീന കഫറു എന്ന സൂറത്തു നിസാഇൽ പറഞ്ഞ സത്യനിഷേധികളുടെ ഭാഗത്തു നിന്നുള്ള യുദ്ധത്തെ കുറിച്ചാകാം. ഞാൻ ഈ വിശദീകരണമൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പൊ ഈ വിശദീകരണങ്ങളൊക്കെ ഇത്ര ഡീപ്പായിട്ട് പോകുന്നതെന്ന്. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തും, നമ്മൾ അതിന്റെ ഒരു സംഗ്രഹം പറയും, അതാണ് ഏറ്റവും പ്രധാനം കേട്ടാ. പക്ഷെ അതിന്റെ മുമ്പ് ഇത്തരം വിശദീകരണങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് അത്യാവശ്യമുണ്ട്. അപ്പൊ ഒന്ന്, ബഅസല്ലദീന കഫറു, സത്യനിഷേധികളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഒരു വിപത്തിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യാം. നമ്മുടെ മാസിൻ എത്തിയിട്ടുണ്ട്. മാസിനും സൂറത്തുൽ കഹ്ഫിലെ 10 ആയത്തിൽ പോതും, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാസിൻ വരൂ. ഓതിക്കോളൂ മാസിൻ. മാസിൻ കയ്യിനൊരു ചെറിയ സൈക്കിളിൽ നിന്നൊന്ന് വീണിട്ട് ചെറുതായിട്ട് കയ്യിന് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഷഫാഖ് അല്ലാഹു ആഫാഖ്. ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا
ماكثين فيه أبدا وينذر الذين قالوا اتخذ الله ولدا ما لهم به من علم ولا لآبائهم كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. അഹ്സൻത യാ മാസിൻ, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മക്കൾക്ക് കൂടുതൽ പഠിക്കാനും പഠിച്ചതൊക്കെ നിലനിർത്താനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നോക്കൂ, ഈ 30 ജുസും ഹിഫ്ളാക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് അല്ലെ? വലിയ മാഷാ അല്ലാഹ്, പടച്ചവന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിച്ച മക്കളിലാണ് അവര്. അതുപോലത്തെ ബാക്കിയുള്ള നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു ആ അർത്ഥത്തിൽ ഖുർആൻ പഠിക്കാനുള്ള ഒരു തൗഫീഖ് അവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്ക് എല്ലാവർക്കും ഏറ്റവും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അത് ഹിഫ്ളാക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോ കിതാബിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഈ കിതാബ് അള്ളാഹു എങ്ങനെയാണ് യുന്ദിറ എന്നതാണ് നമ്മളിപ്പോ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഈ കിതാബ് ആളുകൾക്ക് ഇൻദാറായിട്ട്, മുന്നറിയിപ്പായിട്ട് വരുന്നത്? ഇതുപോലെ ധാരാളമായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ പഠിച്ചും അത് മനസ്സിലാക്കിയും അത് പ്രചരിപ്പിച്ചും അത് ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന രൂപത്തിൽ അത് അവതരിപ്പിച്ചും ഒക്കെ വിശ്വാസികളുടെ ഒരു സംഘം തന്നെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് അല്ലെ അത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ നമുക്ക് വളരെ ഇൻടാക്റ്റ് ആയിട്ട് ഒരു കേടും കൂടാതെ ഗ്രന്ഥം അള്ളാഹു നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന കാരണം ഇങ്ങനെയുള്ള ഹഫളത്തുൽ ഖുർആനാണ്. ഖുർആനിനെ ഹിഫ്ളാക്കിയ ആളുകളാണ്, അതോടൊപ്പം അതിനെ പ്രചരിപ്പിക്കുന്ന ആളുകളും. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളെ കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ്? മൻ തഅല്ലമൽ ഖുർആൻ. ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തഅല്ലമൽ ഖുർആൻ പഠിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഔ അല്ലമഹു, പഠിപ്പിക്കുന്ന ആളുകൾ. നമ്മളൊക്കെ പഠിക്കുന്നവരും നമ്മൾ ഓരോരുത്തരും ഒന്നുകിൽ പഠിക്കുന്നവരും അല്ലെങ്കിൽ രണ്ടും കൂടി പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പഠിക്കാത്ത ഒരവസ്ഥ ആർക്കുമില്ല. വെറും പഠിപ്പിക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? ഖുർആൻ പഠിച്ച് തീരൂല. ഒരിക്കലും ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ ഖുർആൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ പഠിപ്പിക്കുന്ന ആള് മാത്രമാണ് എന്ന് പറയാനും പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോ യുന്ദിറ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഒരു വലിയ കഠിനമായ യുദ്ധം, ആ ഒരു പരീക്ഷണത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അത് ഇഹലോകത്തെ യുദ്ധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ പരലോകത്തെ ശിക്ഷയെക്കുറിച്ചാണ് എന്നൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അന്തിമമായിട്ട് നമ്മൾ ഇപ്പൊ ഈ വിശദീകരണങ്ങളൊക്കെ ധാരാളം വിശദീകരണങ്ങൾ ഇനിയുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം അതൊക്കെ ഏറെക്കുറെ ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ഈ വിശദീകരണങ്ങളുമായിട്ട് യോജിച്ചു വരുന്ന സംഗതിയാണ്. അതില് ദുനിയാവിലെ ബഅ്സാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അഭിപ്രായം അത് ദജ്ജാലാണ് എന്നുള്ളതാണ്. ദജ്ജാലിന്റെ പരീക്ഷണം അന്ത്യനാളിലോ അന്ത്യനാളിനോട് അടുത്ത സന്ദർഭങ്ങളിലോ ഒക്കെ ആയിട്ട് ദജ്ജാലിന്റെ പരീക്ഷണം വരും. ദജ്ജാലിനെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ മുഴുവനായിട്ട് വിശദീകരിച്ചു അല്ലെ? ദജ്ജാൽ എന്ന് പറഞ്ഞാല് ആ ഒറ്റക്കണ്ണൻ അല്ലെ, ഒരു വ്യക്തിയായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ ദജ്ജാലിന്റെ ലക്ഷണങ്ങൾ ഈ ദുനിയാവില് പ്രകടമായി തുടങ്ങും. അത്തരം ചില ലക്ഷണങ്ങൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ? മെറ്റീരിയലിസം, ഭൗതികവാദം, എല്ലാം പണത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് എല്ലാം ഭൗതികമായ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ഒരു ലോകം, ആ ലോകം ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തെ കുറിച്ചാണ് എന്ന് പറയുന്നുണ്ട്. യജൂജ് മഅജൂജിനെ കുറിച്ചാണ് ആ പറയുന്നത്. യജൂജ് മഅജൂജ് ആരാണ്? അത് നമ്മൾ ഈ സൂറത്തിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ വിശദമായി പറയുന്നുണ്ട് അല്ലെ?
വിശദമായി യജൂജ് മജൂജിനെ കുറിച്ച് പറയും. അത് ആ യജൂജ് മജൂജ് പുറത്തിറങ്ങുന്ന സന്ദർഭമാണ് ഈ ബഅസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മള് ഈ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. അതായത് മുസ്ലിം സമൂഹം പല അവസ്ഥകളിലൂടെ കടന്നു പോകും. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ബഅസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് മനസ്സിലാക്കൽ വളരെ നിർബന്ധമാണ്. ഒന്നാമത്തെ സ്റ്റേജ് റസൂൽ പറഞ്ഞത്, ആദ്യം ഈ സമൂഹത്തിൽ ഒരു ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവ, പ്രവാചകന്മാരുടെ അതേ നുബൂവത്തിന്റെ സ്റ്റൈലില്, അതേ അതേ പദ്ധതിയിൽ, അതേ സ്കീമില് ഇസ്ലാമിന്റെ ഒരു ഭരണം ഉണ്ടാവും. അത് ശരിക്കും ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ആദ്യത്തെ 4 ഖലീഫമാരുടെ ആ കാലഘട്ടത്തിലും പിന്നെ തുടർന്ന് വന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിനെ പോലെ അതുപോലെ മറ്റ് പല ഖലീഫമാരുടെയൊക്കെ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. പക്ഷെ പിന്നീട് രണ്ടാമതൊരു ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത് ഈ രാജാധിപത്യത്തിലേക്ക് ഇത് വഴിമാറും. ശരിക്ക് അമവി ഭരണകാലഘട്ടത്തിലും അബ്ബാസി ഭരണകാലഘട്ടത്തിലും സംഭവിച്ചത് അതാണ്. എന്ത്, ഇസ്ലാമിക ചരിത്രത്തില് രാജാക്കന്മാര്, അതായത് ഒരാൾ ഭരിക്കും, അയാൾ ഭരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മരണശേഷം അയാളുടെ മകൻ അല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാര്, അങ്ങനെ ഒരു രാജാധിപത്യത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാകും. അതില് ധാരാളം മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം ആളുകളൊക്കെ കൊല്ലപ്പെടുമ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിന് ശേഷം ഭരണമേറ്റെടുത്ത ഹജ്ജാജൊക്കെ ഇഷ്ടം പോലെ ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അതുപോലെ അബ്ബാസി കാലഘട്ടത്തിലും ഫാത്തിമി ഉസ്മാനിയ കാലഘട്ടത്തിലും ഒക്കെ ധാരാളം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടത്തെ കുറിച്ച് റസൂല് പറഞ്ഞത്, നിങ്ങളുടെ മേൽ മറ്റുള്ളവര് ഭരണകൂടങ്ങൾ സ്ഥാപിക്കും. അതായത് അധിനിവേശങ്ങള്, ഇപ്പൊ സാമ്രാജ്യത്വ അധിനിവേശങ്ങള്. ഈ കഴിഞ്ഞ 17-18 നൂറ്റാണ്ടുകളില് ഒരുപാട് പാശ്ചാത്യ ശക്തികൾ, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, അങ്ങനെ ഡച്ചുകാര് ഒക്കെ മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം രാജ്യങ്ങളുടെ മേലെ ആധിപത്യം നടത്തിയല്ലോ, സാമ്രാജ്യാധിപത്യം, അതുണ്ടാവും. ഇനി അതിനുശേഷം വീണ്ടും മിൻഹാജുൻ നുബുവയുടെ, അത് പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ അതേ സ്റ്റൈലിലുള്ള ഒരു ഇസ്ലാമിക ഭരണം വീണ്ടും വരും. ഇതൊരു പ്രവചനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ആദ്യത്തെ ഖലീഫമാരുടെ കാലഘട്ടം കഴിഞ്ഞു, രാജാധിപത്യത്തിലേക്ക് മുസ്ലിങ്ങൾ വഴിമാറിപ്പോയ ഒരു കാലഘട്ടം കഴിഞ്ഞു, അതിനുശേഷം സാമ്രാജ്യത്വ അധിനിവേശം ഏറെക്കുറെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സാമ്രാജ്യത്വ അധിനിവേശം കുറെയൊക്കെ നമ്മളൊക്കെ വിട്ടുപോയെങ്കിലും നമ്മുടെ പല രാജ്യങ്ങളും ഇപ്പോഴും അടിമകളാണ്, നമുക്കറിയാം അല്ലെ. മുസ്ലിം രാജ്യങ്ങളൊക്കെ നോക്കൂ, പലരും ഇപ്പോഴും ആ അധിനിവേശത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ബ്രിട്ടനും ഫ്രാൻസും ഡച്ചുകാരും പോർച്ചുഗലും ഒക്കെ നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് എന്താ, ഒരു ചിന്താഗതി എന്താ, അവര് വിട്ടേച്ചു പോയ അതേ ചിന്താഗതികളും അതേ ആശയങ്ങളും ഒക്കെ ഇപ്പോഴും മുസ്ലിം ലോകത്ത് ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പക്ഷെ അതിനുശേഷം ഒരു ഇസ്ലാമിക ഭരണം പ്രവാചകന്മാരുടെ അതേ കാലഘട്ടത്തിൽ നടന്നതുപോലുള്ള ഖിലാഫത്ത് സ്ഥാപിച്ചതുപോലെയുള്ള ഒരു ഭരണ ഘട്ടം മുസ്ലിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവചനം പോലെ നടത്തിയിട്ടുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവചനം പ്രവാചകന്റെ പ്രവചനമായതുകൊണ്ട് അത് സംഭവിക്കും. പക്ഷെ അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ബഅസ്, അതിശക്തമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ എന്നുള്ളതാണ് ഈ വിശുദ്ധ ഖുർആന്റെ, പ്രത്യേകിച്ച് സൂറത്തുൽ കഹ്ഫിലെ ലിയുൻദിറ ബഅസൻ ശദീദൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് താക്കീത് ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൽ എനിക്ക് ഏറ്റവും വളരെ കമ്പല്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു വിശദീകരണം ഷെയ്ഖ് മനാസിർ ഗിലാനി, അദ്ദേഹത്തിന്റെ ഈ സൂറത്തുൽ കഹ്ഫിലെ 4 കഥകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം തുടക്കത്തിൽ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ബനി ഇസ്രായേലിന് ഏതൊരു പരീക്ഷണമാണോ വന്നത് അതുപോലത്തെ പരീക്ഷണം മുസ്ലിം സമൂഹത്തിനും വരും എന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് സൂറത്തുൽ ഇസ്രാഇന് ശേഷം, സൂറത്തുൽ ഇസ്രാഇന്റെ മറ്റൊരു പേരെന്താ? സൂറത്തുൽ ഇസ്രാഇന് വേറൊരു പേരുണ്ട്, അതറിയോ? സൂറത്തുൽ ഇസ്രാഇന്റെ മറ്റൊരു പേര് ബനി ഇസ്രായേൽ എന്നാണ്.
ബനി ഇസ്രായേൽ, സൂറത്ത് ബനി ഇസ്രായേൽ. അപ്പോ അതിന് തൊട്ടുടനെ അൽ കഹ്ഫ് പറഞ്ഞതിന്റെ, അതായത് ബനി ഇസ്രായേലിന് സംഭവിച്ച, അവർ കടന്നുപോയ അതേ ചരിത്രഗതികളിലൂടെ നിങ്ങളും കടന്നു പോകേണ്ടി വരും. ഇപ്പൊ നോക്കൂ, ജൂതന്മാര് യൂറോപ്യന്മാരാൽ കൊല ചെയ്യപ്പെട്ടു അല്ലെ, ഹോളോകോസ്റ്റ്. അതിന്റെ കണക്കുകളൊക്കെ ഒരുപാട് പെരുപ്പിച്ചതാണ്. ആ ഒരു ഘട്ടം അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ ഘട്ടം ഇന്നിപ്പോ അതേ ജൂതന്മാര് മുസ്ലിങ്ങൾക്കെതിരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് നല്ല ജനസൈഡ്, അവർ ഹോളോകോസ്റ്റ് എന്ന് വിളിച്ചെങ്കിൽ ഇന്നിപ്പോ ജനസൈഡ് എന്ന് വിളിക്കുന്ന വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മുസ്ലിം സമൂഹത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും കൈകെട്ടി മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, വളരെ ദുർബലമായ ഒരവസ്ഥ. അപ്പോ ഈ ബനി ഇസ്രായേലിന് വന്ന അതേ അവസ്ഥകൾ നമുക്കും പിന്നെ വരാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇദ്ദേഹം മനാസിർ ഗിലാനി നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ 4 കഥകളുമായിട്ട്, അതായത് സൂറത്തുൽ കഹ്ഫിലെ 4 കഥകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അതായത് ആദ്യത്തെ കഥ എന്താ? സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ കഥ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ് അല്ലെ. അള്ളാഹുവിൽ വിശ്വസിച്ച ഏതാനും ചെറുപ്പക്കാർ, അവർ എത്ര പേരാണ്, അവരോടൊപ്പം നായ ഉണ്ടായിരുന്നോ ഇല്ലേ, അതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയും. അവര് കെയ്വിലേക്ക് പോയി അല്ലെ, ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം അവർ ഒളിച്ചിരുന്നു. അപ്പോ ആ അർത്ഥത്തിൽ മുസ്ലിങ്ങൾ ഈ ഫ്രഞ്ച്, ബ്രിട്ടീഷ് അതുപോലത്തെ കോളനികളുടെ പിന്നെ ആ ഫ്രഞ്ച് മുസ്ലിം അല്ല ഫ്രഞ്ച് ബ്രിട്ടീഷ് പിന്നെ അധിനിവേശം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായപ്പോ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാര്, അവിടുത്തെ നല്ല മനുഷ്യന്മാര് ഒക്കെ ഒരർത്ഥത്തിൽ ഗുഹയിൽ ഒളിച്ചിരുന്ന പോലെ ഒരവസ്ഥയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ആ സാമ്രാജ്യത്തെ അധിനിവേശങ്ങൾ മുസ്ലിങ്ങളിൽ സൃഷ്ടിച്ച ഒരു അവസ്ഥ എന്ന് പറയുന്നത് അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ ഒളിച്ചിരുന്ന അതുപോലത്തെ ഒരു അവസ്ഥയാണ് മുസ്ലിം സമൂഹത്തിന് ഉണ്ടായത്. അദ്ദേഹം അതിനെ താരതമ്യം ചെയ്യുന്നത് ഈ കഥയുമായിട്ടാണ്. ഇൻട്രസ്റ്റിംഗ് ഒരു നിരീക്ഷണമാണ് അത്. ഇനി അതിനുശേഷം പിന്നെന്താണ് അവസ്ഥ ഉണ്ടായത്? ഗുഹയിൽ നിന്ന് ഇവർ പുറത്തു വരുന്നുണ്ടല്ലോ. ഗുഹയിൽ നിന്ന് അവർ പുറത്തു വരുമ്പോ അവരെ കുറിച്ച് ആ നാട്ടുകാർ പറയണ എന്താ, നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇവർ ആ പള്ളിയിലാണ് ഇരിക്കേണ്ടത്, പള്ളിക്ക് പുറത്ത് ഇവരെ കൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവർ ദേ ഡു നോട്ട് ബിലോങ് ടു ദ സൊസൈറ്റി. അപ്പൊ ആ അധിനിവേശം, സാമ്രാജ്യത്വ അധിനിവേശം കഴിഞ്ഞ അവസ്ഥയിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അതായിരുന്നു. അവർ ഒരു ഗുഹയിൽ, അതായത് ഇസ്ലാമിക വിജ്ഞാനങ്ങൾ നേടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ വലിയ ചർച്ചകൾ അവർ നടത്തിയിരുന്നു. പക്ഷെ ഈ സാമ്രാജ്യത്വ അധിനിവേശമൊക്കെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇവരുടെ വിജ്ഞാനം കൊണ്ട് സമൂഹത്തിനൊരു കാര്യമില്ലാത്ത ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് അവർ പള്ളികളിൽ അവരിയ്ക്കട്ടെ. ഒരു കാലഘട്ടത്തില്, മധ്യകാലഘട്ടത്തില്, ഖിലാഫത്തിന്റെ കാലഘട്ടത്തില് മുസ്ലിം പണ്ഡിതന്മാര് എല്ലാ മേഖലയിലും അവർ വെറും ദീനി വിജ്ഞാനത്തിൽ മാത്രമല്ല ഇക്കണോമിക്സിലും അസ്ട്രോണമിയിലും മെഡിസിനിലും ഒക്കെ മികച്ചു നിന്നിരുന്ന ആളുകളാണെങ്കിൽ ഈ സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ കാലത്ത് മുസ്ലിങ്ങൾക്ക് സംഭവിച്ചെന്താ, അവിടുത്തെ പണ്ഡിതന്മാർ വെറും ഒരു പള്ളികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അവസ്ഥയായിട്ട് മാറി. ഇനി രണ്ടാമത്തെ കഥ എന്താ? സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരുടെ കഥയാണ്. തോട്ടക്കാര്, തോട്ടക്കാരുടെ കഥയില് വളരെ പ്രധാനപ്പെട്ട ഒരു വശം എന്താ, ഒരു തോട്ടം നൽകപ്പെട്ട ആള് ഒരു കംപ്ലീറ്റ്ലി ഒരു മെറ്റീരിയലിസ്റ്റ് ആയിട്ട് മാറുകയാണ് അല്ലെ. ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഒരിക്കലും നശിച്ചു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അഥവാ ഞാൻ എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് മടക്കപ്പെട്ടാൽ എനിക്ക് അവിടെ ഏറ്റവും നല്ലത് കാണാൻ പറ്റും. അതായത് മുസ്ലിം സമൂഹത്തിൽ ഈ അധിനിവേശം, സാമ്രാജ്യത്വ അധിനിവേശം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട ചിന്താഗതി എന്താണ്? നമ്മൾ ഇനി ഇസ്ലാമിന് രക്ഷപ്പെടണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും ഭൗതികമായിട്ട് വികസിക്കണം. നമുക്ക് വിജ്ഞാനം വേണം. മെഡിസിനിൽ നമ്മൾ വിജ്ഞാനം നേടണം, ഫിസിക്സിൽ നമ്മൾ നല്ല ഉന്നത നിലയിലെത്തണം, നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ നല്ല പണക്കാരായിട്ട് മാറണം. ആ ഒരു ഭൗതിക ചിന്താഗതി മുസ്ലിം സമൂഹത്തെ വരിഞ്ഞു മുറുക്കി. ഇനി അതിനുശേഷം മൂന്നാമത്തെ കഥ എന്താ? മൂന്നാമത്തെ കഥ മൂസാ നബിയുടെയും ഖിളിറിന്റെയും കഥയാണ്. അതില് എന്തുകൊണ്ടാണ് ഈ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു പിടുത്തമില്ലായ്മ അല്ലെ? അതാണല്ലോ ഇപ്പൊ മൂസാ നബിയുടെ കഥ. മൂസാ നബി ഖിളിറിന്റെ ഒപ്പം പോകുമ്പോ ആദ്യം ഒരു കപ്പലിൽ ഓട്ട ഉണ്ടാക്കുന്നു, പിന്നെ ഒരാളെ കൊല്ലുന്നു, ഒരു കുട്ടിയെ കൊല്ലുന്നു, മൂന്നാമതൊരു മതില്, അവർക്ക് ആതിഥ്യം നൽകാൻ വിസമ്മതിച്ച ഒരു സമൂഹത്തിന്റെ മതില് മറിഞ്ഞു കിടക്കുന്നത് നേരെയാക്കുന്നു. അവിടെ മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്തിനാ ചെയ്തത്? ഖിളിറിനോട് ചോദിക്കണ്. ഇന്ന് മുസ്ലിം സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കണ്, എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാം? ഫലസ്തീനിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, എന്താണ് പടച്ചവൻ ഇടപെടാത്തത്?
നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും വലിയ യുദ്ധം നടക്കുന്നു, നമ്മൾ ഈ സമയത്ത് ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ ഈ സമയത്ത് പള്ളി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നമ്മുടെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിഞ്ഞുകൂടാ. ചോദ്യങ്ങളാണ്. അതായത് ഒരു ആശയക്കുഴപ്പത്തിൽ മുസ്ലിം സമൂഹം അകപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിലെ പുതിയ തലമുറ പലപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? ലിബറലിസത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ, നിയോ എത്തിസത്തിന്റെ, നവനാസ്തികതയുടെ ഒക്കെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് ഈ സംഭവിക്കുന്നതിനെ കുറിച്ചൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല. നാലാമത്തെ കഥ എന്താ? നാലാമത്തെ കഥ ദുൽഖർനൈന്റെ കഥയാണ്. ആ ദുൽഖർനൈൻ വന്നിട്ട് സകല മശ്രിഖ് മഗ്രിബ്, അല്ലെ, കിഴക്കും പടിഞ്ഞാറും കീഴടക്കിയിട്ട് നീതി നടപ്പാക്കുന്ന ഒരു കഥയാണ്. അതായിരിക്കും ഈ മുസ്ലിം സമൂഹത്തിന്റെ ഫൈനൽ സ്റ്റേജ്. അവർ തിരിച്ചു വരും. അവർ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കീഴടക്കും. പക്ഷേ അങ്ങനെ കീഴടക്കുന്നതിന് മുമ്പ് ഈ ബഅ്സുൻ ഷദീദ്, അതിശക്തമായ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ കുഴപ്പങ്ങളെ കുറിച്ചാണ് ഖുർആൻ താക്കീത് ചെയ്യുന്നത്. എത്ര അമേസിങ് ഇൻസൈറ്റ് ആണ് നോക്കിയത്. അതായത് സൂറത്തുൽ കഹ്ഫ് എന്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം? ദജ്ജാൽ വരുമ്പോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്ന് മുസ്ലിം സമൂഹം കടന്നു പോകുന്ന ആ അവസ്ഥകളെ ഇത്ര മനോഹരമായി നമുക്ക് കൊണ്ടുവന്ന് തരുന്ന, നമുക്ക് അതിന്റെ അകത്തേക്ക് ഉൾക്കാഴ്ച നൽകുന്ന അതാണ് ഈ സൂറത്തുൽ കഹ്ഫിന്റെ മുഴുവൻ പ്രമേയം. അതിലാണ് ഈ ബഅ്സ് എന്ന് പറയുന്ന, ബഅ്സുൻ ഷദീദ് എന്ന് പറയുന്ന ഈ ഒരു പദം അള്ളാഹു പ്രയോഗിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കടുത്ത പരീക്ഷണങ്ങളും, അത് യുദ്ധമാകട്ടെ, അത് നമ്മുടെ പുതിയ തലമുറയുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചോദ്യമാകട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ആളുകൾക്ക് വന്ന് പിടികിടുന്ന മെറ്റീരിയലിസ്റ്റിക് ഭൗതികവാദത്തെക്കുറിച്ചുള്ള ചിന്തയാകട്ടെ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. ആ ബഅ്സിനെ നമ്മൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള വഴികൾ ഈ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തണം എന്നതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇനി അടുത്ത വാക്ക് മില്ലദുൻഹു എന്നുള്ളതാണ്. മില്ലദുൻഹു എന്താ അതിന്റെ അർത്ഥം? മില്ലദുൻഹു ആർക്കെങ്കിലും അറിയോ? മില്ലദുൻഹു അവന്റെ അടുത്ത് അവന്റെ പക്കൽ നിന്നുള്ള, അല്ലെങ്കിൽ അതിന് മറ്റൊരു സമാനമായ വാക്കുണ്ട്, അല്ലെ? മിൻ ഇന്ദിഹി എന്ന് പറയാം, വേണമെങ്കിൽ മിൻ ഇന്ദിഹി എന്ന് പറയാം. അപ്പൊ ഇന്ദ എന്ന് പറഞ്ഞതും ലദുൻ എന്ന് പറയുന്നതും ഏറെക്കുറെ സമാനമായ വാക്കാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോ ഞാൻ പറയണ അന ഇന്ദൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അന ഇന്ദൽ മസ്ജിദ്, ഞാൻ പള്ളിയുടെ അടുത്താണ്, ഞാൻ പള്ളിയുടെ അടുത്താണ്. അന ഇന്ദൽ മദ്രസ, ഞാൻ സ്കൂളിന്റെ അടുത്താണ്. അന ഇന്ദൽ ബൈത്ത്, ഞാൻ വീടിന്റെ അടുത്താണ്. പക്ഷെ ലദുൻ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അയാൾക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്ത് കൊടുക്കണം വിചാരിച്ചു. ഞാനൊരു പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്തു കൊടുത്താൽ ഞാൻ ഐ ഗേവ് ഹിം മിൻ ഇന്ദി, അന അതൈതുഹു ഖലമൻ മിൻ ഇന്ദി. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേന എടുത്തു കൊടുത്താൽ ഞാൻ അവനൊരു പേന എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു, എൻ്റെ പക്കൽ നിന്ന് കൊടുത്തു. പക്ഷേ ഞാൻ എൻ്റെ അലമാരയുടെ അകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു പെട്ടിയിൽ നിന്നൊരു എന്താ പറയാ, ഇപ്പോഴത്തെ കാലത്ത് അലമാരയുടെ അകത്ത് വളരെ ഭദ്രമായി സൂക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി എന്താ? സ്വർണം, അല്ലെ? സ്വർണം. ആ സ്വർണം അലമാര എന്നത് താക്കോലൊക്കെ വെച്ച് തുറന്ന് ഏറ്റവും ഭദ്രമായി തുണിയുടെ ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ എന്റെ വീട്ടിൽ എവിടെ സ്വർണ്ണം എടുക്കണമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അല്ലെ? അതെടുത്തിട്ട് നമ്മൾ കൊടുത്താൽ എന്താ, അതാണ് ലദുൻ എന്ന് പറഞ്ഞത്. അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതായത് ലദുൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പേഴ്സണലായിട്ട്, വളരെ സ്പെഷ്യലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സംഗതി ആ പ്രത്യേകമായിട്ടുള്ള പരിഗണനയോടുകൂടി അയാൾക്ക് എടുത്തു കൊടുക്കുന്ന ആ ഒരു സംഗതി, അതാണ് ഇപ്പൊ ലദുൻ. ഇവിടെ ഞാൻ അത് പറയാൻ കാരണം വെച്ചാല്, അള്ളാഹു ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ഫ്രം അള്ളാഹ്, അതാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള അതികഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വേദഗ്രന്ഥത്തെ അള്ളാഹു ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത്, കയ്യുമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോ ഈ മിൻ ലദുൻ എന്നുള്ള പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ, മച്ച് മോർ പ്രൈവറ്റ്, മച്ച് സ്ട്രോങ്ങർ ഡിഗ്രി ഓഫ് പൊസഷൻ, കൂടുതൽ
പൊസഷന്റെ ഏറ്റവും ശക്തമായ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയാ, ലദുൻ എന്ന് പറയാം. ഇപ്പോ സൂറത്തുൽ കഹ്ഫിൽ തന്നെ 10ാമത്തെ ആയത്ത് ഇപ്പൊ മാസിൻ ഓതിയല്ലോ, അതിലുണ്ടല്ലോ റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ. നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് റബ്ബന ആതിന മിൻ ലദുൻക. പ്രത്യേകിച്ച് ആ ഗുഹാവാസികൾ അവരുടെ ഗുഹയിൽ കയറിയപ്പോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിട്ടാ പറയുന്നത്, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ. ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്നുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ കാരുണ്യം. മനസ്സിലായോ? മിൻ ഇന്ദിക റഹ്മ എന്ന് പറയുന്നതിനേക്കാളും മീനിങ് ഫുൾ ആണ് മിൻ ലദുൻക എന്ന് പറയുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഗുഹാവാസികൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു ലദുൻ എന്ന പദമാണ് പ്രയോഗിച്ചത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു പദത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അർത്ഥം. അപ്പോ ഈ ബഅ്സ് അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് എന്ന് പറയുമ്പോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഇത് വാസ്തവത്തിൽ നമ്മളെ ബാധിക്കുക തന്നെ ചെയ്യും. നമ്മളെ പിടിച്ചു കുലുക്കുന്ന അതിശക്തമായിട്ടുള്ള പരീക്ഷണങ്ങളായിരിക്കും നമുക്ക് വരിക. ഇത് നമ്മൾ ഉറപ്പിച്ചോളണം. അതായത് ഇപ്പൊ നമ്മള് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ, ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോ, എവിടെ പടച്ചോൻ, നിങ്ങളുടെ പടച്ചോൻ എവിടെ? നിങ്ങളുടെ അള്ള എന്തെടുക്കാണ്? ഫലസ്തീനിൽ ഇത്രയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന പ്രകൃതി ദുരന്തം വരുമ്പോ ഇത്രയും ആളുകൾ മരിക്കുന്നുണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങളുടെ പടച്ചോൻ എന്തെടുക്കാണ് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേൾക്കാറില്ലേ? അപ്പൊ അതിനെക്കുറിച്ച് അള്ളാഹു പറയാണ്, സോ സി അള്ളാഹ് ഈസ് ടെസ്റ്റിംഗ് യു സിവിയർലി. നമ്മളെ ശക്തമായി പരീക്ഷിക്കാതെ ഈ ഭൂമിയിൽ അള്ളാഹു വിടില്ല. ഇത് മുസ്ലിം സമൂഹത്തിന്റെ, ഒരു വിശ്വാസികളുടെ സമൂഹത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. അവർക്ക് ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ അകത്ത് നിരാശരാകല്ല വേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നത്തെ ഇതിന്റെ ശേഷം പറയുന്നുണ്ട്. അത് നമുക്ക് വിശദീകരിക്കാം. ഓക്കെ. അപ്പോ ആ ഇന്റൻസിറ്റി ഓഫ് ഇതൊരു ദൈവത്തിന്റെ, പടച്ചന്റെ ഡിവൈൻ നേച്ചറാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രത്യേകമായി വരുന്ന ഒരു ഫിത്നയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും മുമ്പ് കണ്ടിട്ടില്ലാത്ത അത്ര ഓരോ ഘട്ടത്തിലും തോന്നുന്നത്. ഇപ്പം സൂറത്തുൽ ബഖറയില് അള്ളാഹു അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാഉ വല്ലറാ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അല്ലേ? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ പോകാമെന്ന്? നിങ്ങൾക്ക് ബാധിക്കാതെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കൊക്കെ ബാധിച്ചിട്ടുണ്ട് പല വിപത്ത്. നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുറച്ച് ഇസ്ലാമിനെ കുറിച്ച് അവിടെ ഇവിടെയൊക്കെ നിന്ന് പറയുമ്പോൾ ഇതെന്തിനാ അവർ ഇങ്ങനെ പറയുന്നത്? ഖുർആൻ സത്യമായിട്ട്, പ്രവാചകൻ സത്യമായിട്ട്, പ്രവാചകൻ അവർ ഇത്ര അധികം വിമർശിക്കുന്നു, ഖുർആൻ ഇത്ര അധികം വിമർശിക്കുന്നു, മുസ്ലിങ്ങളെ എല്ലാ അർത്ഥത്തിലും കുഴപ്പക്കാരായി കാണുന്നു, ഇസ്ലാമിനെ ആളുകൾ വെറുക്കുന്നു, എന്തുകൊണ്ടാന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. പക്ഷേ ഇത് അള്ളാഹു പറയണ, ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരു പരീക്ഷണമാണ്. ഞാൻ തന്നെ നിങ്ങൾക്ക് തരുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയേ പറ്റൂ. നമ്മൾ വിചാരിക്കും നമുക്കാണ് ഏറ്റവും വലിയ പരീക്ഷണമെന്ന്. എന്തിനാ പടച്ചോനെ ഈ കാലത്ത് നമ്മളെ ജീവിപ്പിച്ചെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ പരീക്ഷണങ്ങളുടെ ഇടയിൽ ജീവിക്കാനാണ് അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ തെരഞ്ഞെടുത്ത സന്ദർഭത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അല്ലദീന യഅമലൂന സാലിഹാത്ത്. അത് പിന്നീട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പരീക്ഷണത്തെ മറികടക്കേണ്ടത് സാലിഹാത്ത് ചെയ്തിട്ടാണ്. അതങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ സാലിഹാത്ത് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള വിശദീകരണത്തിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നീട് പറയാം. അപ്പോ ഈ ബഅ്സ് മിൻ ലദുൻഹു ഉറപ്പിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ബഅ്സ് വരുന്നത്, കഠിനമായ പരീക്ഷണം വരുന്നത്, കഠിനമായ ശിക്ഷ വരുന്നത്, കഠിനമായ യുദ്ധം വരുന്നത് ഒക്കെ അവന്റെ പക്കൽ നിന്ന് സ്പെഷ്യലായിട്ട് അള്ളാഹു നമുക്ക് വരുത്തി തരുന്നതാണ്. അതാണ് ആ ബഅ്സ് അതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഓക്കെ. ഇനി ഇവിടെ ഈ ഗ്രാമറില് ഇപ്പം മിൻ ലദുൻഹു എന്ന് പറയുന്നത് ലിയുന്തറയുമായിട്ടും ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. ബഅ്സിനെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ബഅ്സ് മിൻ ലദുൻഹു എന്നാണ് അല്ലെ. ഇനി ലിയുന്തറയുമായിട്ട് ഈ മിൻ ലദുൻഹുവിനെ ബന്ധിക്കുമ്പോൾ അവന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ മുന്നറിയിപ്പാണ് എന്നും നമുക്ക് അർത്ഥം പറയാം. ഈ ബഅ്സ് അവന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ ആണ് എന്നും പറയാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഈ ബഅ്സ്, ഈ ശക്തമായ ഈ പരീക്ഷണം അവന്റെ പക്കൽ നിന്നുള്ളതാണ് എന്നും പറയാം. അല്ലെങ്കിൽ ലിയുന്ദിറ എന്നതിനുമായിട്ട് ചേർത്തും മിൻ ലദുൻഹുവിനെ പറയാം. അതായത് ഈ മുന്നറിയിപ്പ് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്.
മനസ്സിലാവുന്നുണ്ടോ? അതിന് അറബി പറയാ ഗ്രാമറിൽ അത്തവസ്സു ബിൽ മഅന എന്നാണ്. അതായത് അർത്ഥത്തിൽ വിശാലമായിട്ട് രണ്ട് രൂപത്തിലും അത് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ഒന്ന് ഈ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകുന്നത്, അല്ലെങ്കിൽ അവന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ താക്കീത് നൽകുന്നത് ഈ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കാനാണ്, അല്ലെങ്കിൽ ഈ പരീക്ഷണത്തെക്കുറിച്ച്, ഈ കഠിനമായ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ കരുതിയിരിക്കാനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പം നമ്മൾ ഈ ഖുർആനുമായിട്ട് എത്രത്തോളം നമ്മൾ ഇവജില്ലാത്ത, അല്ലെ, ഒരു വലം യജ് അല്ലഹു ഇവജ, കയ്യുമായിട്ടുള്ള ഈ ഖുർആനുമായിട്ട് നിങ്ങൾ എത്രത്തോളം മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് ഈ മുന്നറിയിപ്പിന്റെ ശക്തി ബോധ്യപ്പെടും. ഈ ലിയുന്തറ എന്നതുമായിട്ട് മിൻ ലദുൻഹുനെ നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം അവിടെയാണ്. ഓക്കെ, ഇനി ഇമാം ശഅറാവി ഇതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഈ ഫിത്ന, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഫിത്ന ബഅസ്, അത് വരുമ്പോ നമ്മൾ ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ പറ്റും. അതായത് ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചാല് നമുക്ക് ഈ ഫിത്നയെ കാണാൻ പറ്റും. അതായത് ഈ ഫിത്നയെ ഉൾക്കാഴ്ചയോടുകൂടി അഭിമുഖീകരിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടാനും പറ്റും. അതായത് ഈ വിശുദ്ധ ഖുർആനെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു താക്കീത് ചെയ്ത ബഅസിനെ, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ താക്കീതായിട്ടുള്ള ഈ ബഅസിനെ നമുക്ക് കാണാനും അതിന്റെ വ്യത്യസ്ത ആസ്പെക്റ്റുകളെ, വ്യത്യസ്ത വശങ്ങളെ നോക്കിക്കാണാനും അങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം, ഈ മിൻ ലദുൻഹു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈ വേദഗ്രന്ഥം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്, ഒരു സംരക്ഷണ കവചമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏത് പരിതസ്ഥിതിയിലും നിങ്ങളെ സംരക്ഷിക്കുന്ന, ഏത് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരേ ഒരു സോഴ്സേ ഉള്ളൂ, അത് ഈ ഗ്രന്ഥമാണ്. ഏത് പരീക്ഷണ ഘട്ടത്തിൽ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്, കേട്ടോ. അപ്പൊ ഇവിടെ ഈ സൂറത്തുൽ കഹ്ഫിൽ തന്നെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു മറ്റൊരു രൂപത്തിൽ അത് പറയുന്നുണ്ട്. വസ്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക ലാ മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. വസ്തുലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ പക്കൽ നിന്നുള്ള ഈ വേദഗ്രന്ഥം, നിനക്ക് വഹി നൽകപ്പെട്ട ഈ വേദഗ്രന്ഥം നീ പാരായണം ചെയ്യുക. ലാ മുബദ്ദില ലികലിമാതി, അവന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്നവനായിട്ട് ആരുമില്ല. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ, ഈ വേദഗ്രന്ഥം കൂടാതെ മറ്റൊരു അഭയകേന്ദ്രം, മറ്റൊരു സോഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ താങ്കൾക്ക് കാണുക സാധ്യമേ അല്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഏത് പരീക്ഷണ ഘട്ടത്തിലും, ഏത് പ്രയാസത്തിന്റെ ഘട്ടത്തിലും, ഏത് യുദ്ധത്തിന്റെ ഘട്ടത്തിലും ഇതാണ് നിങ്ങളുടെ അവനം. ഇപ്പൊ നമ്മൾ നോക്കൂ, ഗസയില് മുസ്ലിങ്ങൾ ഇത്ര കാലം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഖത്തറിൽ അവര് ബോംബിട്ടു, അല്ലെങ്കിൽ മിസൈൽ വർഷിച്ചു. ഇത്രയും 2000 മൈൽ ദൂരെ നിന്ന് വന്നിട്ട് 10 ഫ്ലൈറ്റുകൾ വന്ന് 15 വട്ടം ആക്രമണം നടത്തിയിട്ടാണ് ഗസയിലെ പിന്നെ ഹമാസിന്റെ നേതാക്കൾ അവർ ടാർഗറ്റ് ചെയ്തത്. ലബനാനിലെ ഹിസ്ബുള്ളയുടെ നേതാവിനെ കൊന്നത് എങ്ങനെയാ? 12 നില താഴെ, 100 അടി, 100 മീറ്റർ താഴെ, ഭൂമിക്കടിയിൽ 100 മീറ്റർ താഴെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് കെട്ടിടത്തിൽ എന്ന് പറഞ്ഞാൽ 12 നില കെട്ടിടം താഴേക്ക്, അതിനടിയിലിരിക്കുന്ന മീറ്റിങ്ങിലില്ല ഉള്ള ആളെ പിന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചിട്ട് 100 മീറ്റർ കോൺക്രീറ്റ് തുളച്ചു പോകുന്ന ആ പിന്നെ ബോംബ് ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്. പക്ഷേ ഒരു 50 ബന്ദികൾ ഇപ്പോഴും ഗസയിലുണ്ട്. ഇവരുടെ ഒരു ബങ്കർ ബസ്റ്റർ ബോംബിനോ ഇവരുടെ ഒരു ചാരക്കണ്ണുകൾക്കോ ഒന്നും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് അവരെ കണ്ടെത്താനോ ഈ ഹമാസിന്റെ ഈ കേന്ദ്രങ്ങളെ, അവിടുത്തെ ഗസയിലെ പോരാളികളുടെ, പ്രതിരോധ പോരാളികളുടെ കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ട് തകർക്കാനോ ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഇത് ചിലപ്പോൾ നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമേ ഇതിനെ വീക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ആളുകൾ ചെയ്യുന്നത് എന്താ? ഇത്രയും പ്രയാസപ്പെട്ട ഒരു ഘട്ടത്തിൽ അവർ ചെയ്യുന്ന എന്താ? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. അവിടുന്ന് വീഡിയോ കാണുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകം എന്താ? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. നമുക്ക് അള്ളാഹു മതി. ഖുർആൻ ഹിഫലാക്കിയ
എത്രയോ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ അവര് ഒരു മിസൈൽ ഇടുമ്പോ അല്ലെങ്കിൽ ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോ പറയുന്നത് എന്താ? ഒമാ റമൈത ഇത് റമൈത വലാക്കിൻ അല്ലാഹ റമ. ഖുർആൻ ആയത്തുകൾ ഓതിയിട്ടാണ് അവരതിനോട്ട് മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ശക്തമായ ഒരു വലിയ ശത്രു ലോകം മുഴുവൻ സർവ്വ ആയുധങ്ങളും കൊണ്ട് നിങ്ങൾ ആക്രമിക്കുമ്പോഴും നിങ്ങളുടെ സോഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ എവിടെയാ? ഖുർആനാണ്. കാരണം ആ ഖുർആനാണ് നിങ്ങളെ രക്ഷിക്കുക. നമുക്കൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമ്മളൊക്കെ ആകെ പതറിപ്പോകുന്നു. കാരണം എന്താ? നമ്മൾ ഈ ഖുർആനിനെ അങ്ങനെ ഒരു സോഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് കരുതിയിട്ടില്ല. ഒരു സംരക്ഷണത്തിന്റെ ഒരു ബലം, അതിന് പറ്റുന്ന ഒരു അവലംബമായിട്ട് നമ്മൾ ഈ ഖുർആനെ കരുതിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോ ഈ ഖുർആനിനെ ഏറ്റവും വലിയ ഒരു പ്രൊട്ടക്ഷന്റെ സോഴ്സ് ആയിട്ട് കരുതുന്നു, അപ്പോഴൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ മിൻ ലദുൻഹു എന്ന് പറയുന്നതിന്റെ മറ്റൊരു വിഷയം. ഇനി വയുബശ്ശിറൽ മുഅ്മിനീൻ, നമുക്ക് അതുകൂടെ വിശദീകരിക്കാൻ സമയമുണ്ട്. വയുബശ്ശിറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുക. തബ്ശീർ അതാണ് കേട്ടോ. അപ്പൊ ഈ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ഒരു അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പരീക്ഷണങ്ങളുടെ, യുദ്ധങ്ങളുടെ ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രന്ഥമാണിത്. അതേ ഗ്രന്ഥം തന്നെ വയുബശ്ശിറൽ മുഅ്മിനീൻ, തൊട്ടുടനെ ആ ശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഈ വേദഗ്രന്ഥം വയുബശ്ശിറ, യുബശ്ശിറു എന്ന് പറയാതെ യുബശ്ശിറ എന്ന് പറയാനുള്ള കാരണം എന്താ? ആരെങ്കിലും ഗ്രാമർ അറിയുന്നവരെന്ന് പറഞ്ഞേ. യുബശ്ശിറു എന്ന് പറയാതെ വയുബശ്ശിറ എന്ന് പറയാനുള്ള കാരണം എന്താ? ഗ്രാമർ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നോട്ടെ, എന്നിട്ട് ഞാൻ വിശദീകരിക്കാം. മഫ്ഊലും ബിഹി യുബശ്ശിറ അതാണ് ഞാൻ ചോദിച്ചത്. മുഅ്മിനീന്റെ അല്ല ചോദിച്ച, യുബശ്ശിറ എന്ന് അതിനാണ് ചോദിച്ചത്. അത് അത്ഫാണ് അല്ലെ? എന്തിലേക്കാണ് അത്ഫ്? ലിയുന്ദിറ, ഞാൻ പറഞ്ഞല്ലോ ലിയുന്ദിറ എന്നുള്ളതിന്റെ അത് പിരിച്ചെഴുതിയാല് ലി അൻ യുന്ദിറ എന്നാണ്. അൻ വന്നാൽ അല്ലെ, അൻ വന്നാൽ എന്താ ഉണ്ടാവുക? അൻ ലൻ ഇതൻ കൈ, അതാത്തു നസ്ബാണ്, നസ്ബാണ് വരാ. അപ്പൊ ലിയുന്ദിറ എന്നുള്ളത് താക്കീത് ചെയ്യുവാൻ എന്നതിനെ അതിനോട് ചേർത്തിട്ടാണ് യുബശ്ശിറ എന്ന് പറയുന്നത്. വഅൻ യുബശ്ശിറ അല്ലെങ്കിൽ വലി യുബശ്ശിറ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് യുബശ്ശിറു എന്ന് പറയാതെ യുബശ്ശിറ എന്ന് പറയുന്നത്. മീനിങ് ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഗ്രാമർ പറയുമ്പോൾ നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റൽ ഇംപ്ലിക്കേഷൻ, ഇതിന്റെ സന്ദർഭം വിശദീകരിക്കും. അതായത് യുബശ്ശിറൽ മുഅ്മിനീന എന്ന് പറയുമ്പോൾ ഈ വേദഗ്രന്ഥത്തിന്റെ ഒരു സുപ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരും, യുദ്ധങ്ങൾ വരും, കുഴപ്പങ്ങൾ ഉണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് യുബശ്ശിറ, അവൻ നിങ്ങൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതിനാണ് ഞാൻ ആ ഗ്രാമർ പറഞ്ഞത്. വയുബശ്ശിറ, സന്തോഷ വർത്തമാനം അറിയിക്കും. അൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക്. അല്ലദീന യഅമലൂന സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ, ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ, ഒരുപാട് വലിയ സൽക്കർമ്മമൊന്നുമല്ല. അത് ഇതിന്റെ മീനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതെങ്ങനെയാന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. അന്ന ലഹും അജ്റൻ ഹസന, അവർക്ക് നല്ല പ്രതിഫലമുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് പരീക്ഷണം വന്നാലും ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചാൽ മതി. അത് ആ സന്തോഷ വർത്തമാനം അറിയിക്കുക എന്നതും ഈ വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യമാണ്. തബ്ശീർ. ഈ ബഷറ എന്നുള്ള പദം വളരെ ഇത്തിരി ഡീപ്പായിട്ടുള്ള പദമാണ്. അതാ ആരാണ് അവിടെ സംസാരിക്കുന്ന? ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കൂ, ഞാൻ കാണുന്നില്ല. ഓക്കെ, അതായത് ബഷറ യബ്ഷുറു ബഷ്റൻ, ബുഷൂറൻ എന്നൊക്കെ പറഞ്ഞ അതിന്റെ അർത്ഥം ലഹറ ഷൈഉ എന്നാണ്. ഒരു കാര്യം പുറത്തു വരാം, ടു സംതിങ് ടു സ്പ്രൗട്ട്, ടു ബിക്കം മാനിഫെസ്റ്റ്. ഒരു സംഗതി പുറത്തു വന്ന് പ്രകടിപ്പിക്കുന്നതിനെയാണ് സംതിങ് ഇസ് നോ ലോങ്ങർ ഹിഡൻ. ഒരിക്കലും ഒളിപ്പിച്ചു വെക്കാതെ പുറത്തു വന്ന ഒരു സംഗതിക്കാണ് ബഷർ എന്ന് പറയാം. നമ്മുടെ തൊലിക്ക്, മനുഷ്യരുടെ തൊലിക്ക് പറയുന്ന ഒരു പേരാണ് ബഷർ, ബിഷർ എന്ന് പറയും. എന്തുകൊണ്ടാ തൊലിക്ക് ബിഷർ എന്ന് പറയാൻ കാരണം? ബിക്കോസ് അതാണ് നമ്മളൊരു മനുഷ്യന്റെ, ഒരു പേഴ്സന്റെ
പ്രകടമായി കാണുന്ന സംഗതി തൊലിയാണല്ലോ, അതുകൊണ്ടാണ് ബഷർ. മനുഷ്യനെ കുറിച്ച് ബഷർ എന്ന് പറയും അല്ലെ, ബഷർ മാൻകൈൻഡ് എന്ന് പറയും. എന്തുകൊണ്ടാ? ബിക്കോസ് നമ്മുടെ മനുഷ്യന്മാർക്ക് ഈ കരടിയോ ഗറില്ലയോ പോലെ അല്ല. കരടിക്കും ഗറില്ലക്കൊക്കെ എന്തുണ്ട്? ഫർ, അവരുടെ രോമങ്ങൾ കൊണ്ട് അവരുടെ തൊലി മൂടിയിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ തൊലി എന്താണ്? മനുഷ്യരുടെ തൊലി പ്രകടമായിട്ട് കാണുന്ന ഒരു സംഗതി. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ബഷർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത അഗലബുമായ കൂണു ഹുസ്നിൻ വജമാൽ, നമ്മുടെ ഭംഗിയും മനുഷ്യരുടെ ഭംഗിയും അവരുടെ ഒരു ഏറ്റവും നല്ല ഒരു അവസ്ഥയും എന്തിലാണ്? ആ മനുഷ്യരുടെ ഒരു സൗന്ദര്യം വെളിവാകുന്ന സ്ഥലം കൂടിയാണെന്ത്? തൊലി. മനസ്സിലായി? സ്കിൻ, സംതിങ് ദാറ്റ് കംസ് ഔട്ട് ഓഫ് ഇറ്റ് ഇറ്റ്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. മനുഷ്യന്റെ തൊലി ഒരു സിമ്പിൾ ഓഫ് ബ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ആളുകൾ അതിന് അവിടെ ക്രീമൊക്കെ തേച്ച് പിന്നെ എന്തൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് അതിന് കൊണ്ടുനടക്കണം. എന്തുകൊണ്ടാ? തൊലി ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ബ്യൂട്ടി. അതുകൊണ്ടാണത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബ്യൂട്ടി. ഈ വാചകത്തിൽ തന്നെ, അതായത് ബഷറ എന്ന് പറയുന്നതിൽ തന്നെ ആ സൗന്ദര്യം അത് ഹിഡൻ ആയിട്ട് ഈ വാക്കിലുണ്ട്. പിന്നെ അതും ഇതുമായിട്ട് എന്താ ബന്ധം? സന്തോഷ വർത്തമാനം അറിയിക്കുക എന്നുള്ളതിന് ഇതിനകത്ത് അതിലേക്കാണ് ഞാൻ വരുന്നത്. ബഷറ ഫുലാനുൻ അഖ്ബാറഹു ബിഖബറിൻ യൽഹറു അസ്റുഹു അലാ ബിശ്റത്തി വജ്ഹിഹി. ഒരാൾക്കൊരു നല്ല വർത്താനം നമ്മൾ പറഞ്ഞാല് അതിന്റെ ആദ്യത്തെ പ്രകടനം എവിടെ ഉണ്ടാവുക? മുഖത്തെ തൊലിയിൽ അതിന്റെ ബ്യൂട്ടി ഒന്ന് വികസിക്കും അല്ലെ, ഒരു ചിരി വരും, ഒരു പുഞ്ചിരി വരും. അപ്പൊ നോക്കൂ, അറബി ഭാഷയുടെ ഒരു പദത്തിന്റെ ആ റൂട്ട് നോക്കൂ, അതിന്റെ എപ്പിറ്റോമോളജി ഒന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് തബ്ഷീർ, സന്തോഷ വർത്തമാനം അറിയിക്കുക എന്നുള്ള പദം ഈ തബ്ഷീർ എന്നുള്ള പദത്തിൽ ഇൻക്ലൂഡ് ആയതിന്റെ കാരണം എന്താ? ഒരു നല്ല വർത്തമാനം, ഒരാളെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു നല്ല വർത്താനം പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അത് അയാളുടെ മുഖത്ത് പ്രകടമാകും. ആ മുഖത്തൊരു ചിരി, ഒരു പുഞ്ചിരി, അവന്റെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കുന്നത് നമുക്ക് കാണാനാകും. അതുകൊണ്ടാണ് ആ പദം ദ കളർ ഓഫ് ദ സ്കിൻ ചേഞ്ചസ് അല്ലെ. സ്കിൻ നല്ലൊരു വർത്താനം പറയുമ്പോൾ അയാളുടെ മുഖത്തിന്റെ കളർ മാറൂലേ? ആ ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് തബ്ഷീർ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഖുർആനില് മുബാഷറ, ബാഷറ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ബാഷറ എന്ന് പറഞ്ഞ ഇന്റിമസി, ഭാര്യയും ഭർത്താവും ഇന്റിമേറ്റ് ആയിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്നതിന് ഖുർആനിൽ മുബാഷറത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? സൂറത്തുൽ ബക്കറയില് റമദാനിനെ കുറിച്ച് പറഞ്ഞെടുത്തു. ഉഹില്ല ലക്കും ലൈലത്തുൽ സിയാമി റഫസു ഇലാ നിസായിക്കും. റമദാന്റെ രാത്രികളില് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇന്റിമേറ്റ് ആകാം എന്ന അർത്ഥത്തില് അള്ളാഹു ഉപയോഗിച്ച പദം വബാഷിറൂഹുന്ന ഫലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. അത് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഖുർആനില്, ആരെ സംസാരിക്കുന്നു? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? അതായത് ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ ഇതുകൂടിയാണ്. അതായത് സെക്സ്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇന്റിമസിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഖുർആൻ ഉപയോഗിക്കുന്ന പദം, അറബി ഭാഷയിൽ ഒരുപാട് ഡേർട്ടി വേർഡ്സ് ഉണ്ട്, വളരെ മോശമായിട്ട്. ഇപ്പം ജാഹിലിയ കവിതകളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ ഒരു സെക്സ്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ അള്ളാഹുവിന് ആ പദങ്ങളൊക്കെ പറയാം. പക്ഷെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള, മാന്യമായിട്ടുള്ള, ഡീസന്റ് ആയിട്ടുള്ള പദമാണ് അള്ളാഹു പറഞ്ഞത്. അതിലൊരു പെട്ട ഒരു പദമാണ് ബാഷറ. ബാഷറ എന്ന് പറഞ്ഞാൽ തൊലിയും കൂടി ചേരുക, അത് കൂട്ടി ചേരുന്നതിനാണ് ബാഷറ എന്ന് പറഞ്ഞത്. അപ്പോ ആ പദം പ്രയോഗിച്ചിട്ടാണ് അള്ളാഹു വലാ തുബാഷിറൂഹുന്ന വഅൻതും ആകിഫൂന ഫൽആന ബാഷിറൂഹുന്ന അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോ അത് അത്രയും സോഫ്റ്റ് ആയിട്ട് ഖുർആൻ ഇത്തരം വിഷയങ്ങൾ, പിന്നെയും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഫിഗറേറ്റീവ് ആയിട്ടുള്ള സ്പീച്ച് ഖുർആൻ നടത്തുന്നു. ഓക്കെ, അപ്പം ആ മുബാഷറത്തിന്റെ അർത്ഥം എന്താ? നമ്മൾ പറഞ്ഞത് ഇന്റിമസി. ആ ഇന്റിമസിക്ക് അത് പറയാൻ കാരണം തൊലിയും കൂടെ ചേരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അബ്ഷറത്തിൽ അർളു എന്ന് പറയും. ഭൂമിയിൽ നിന്ന് ചെടികൾ മുളച്ചിട്ട് അതിൽ നിന്ന് ഗ്രീനറി, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നതിന് അബ്ഷറത്തിൽ അർളു പറയും. അപ്പൊ ഇവിടെ വയുബശ്ശറൽ മുഅ്മിനീൻ ഇത്രയും പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താ? ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ടു ബ്രിങ് ജോയ്, ടു ബ്രിങ് ഹാപ്പിനെസ്, ടു ലൈറ്റ് അപ്പ് ദ ഫേസസ് ഓഫ് ദോസ് ഹു ബിലീവ്. ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താ? ബഅസിനെ കുറിച്ചാണ്, ഷദീദ്,
കഠിനമായ യുദ്ധം, അതിശക്തമായ പരീക്ഷണം, ഭയങ്കര അല്ല നമ്മളെ ഒരു നെഗറ്റീവ് ഡിപ്രസ്ഡ് മൂഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷെ തൊട്ടുടനെ അള്ളാഹു പറയുന്നത് എന്താ? വയുബശ്ശിറൽ മുഅ്മിനീൻ, അവരുടെ സത്യവിശ്വാസികളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വരുന്ന വർത്താനമാണ് അള്ളാഹു പറയുന്നത്. ആ പുഞ്ചിരി എന്തിനെ കുറിച്ചാണ്? അൽ മുഅ്മിനീൻ. ആർക്കാണ് ആ പുഞ്ചിരി ഉണ്ടാവുക? വിശ്വാസികൾക്ക്. മനസ്സിലായോ? അപ്പോ ഈ അള്ളാഹു ആണോ, പ്രവാചകനാണോ, ഈ വേദഗ്രന്ഥമാണോ ഈ തബ്ശീർ നടത്തുന്നത്? മൂന്നായാലും കുഴപ്പമില്ല. നമ്മൾ നേരത്തെ യുന്തിര എന്നുള്ളടത്ത് പറഞ്ഞല്ലോ, ആരാണ് ഈ തബ്ശീർ നടത്തുന്നത്? അള്ളാഹു ആണോ, വേദഗ്രന്ഥമാണോ, പ്രവാചകനാണോ? മൂന്നായാലും ഇറ്റ്സ് ഓക്കെ, എല്ലാം സമമാണ്. കാരണം അള്ളാഹ് പറഞ്ഞാലും വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പറഞ്ഞാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാലും ഒറ്റ സോഴ്സിൽ നിന്നാണ് അത് വരുന്നത്. അപ്പോ നമുക്ക് ഈ ഖുർആൻ വായിക്കുമ്പോൾ ഒരു കൺഗ്രാജുലേറ്ററി ഫീൽ ഉണ്ടാവണം. അതായത് ഈ ഖുർആൻ, അള്ളാഹുവിന്റെ ഈ വചനം നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഏത് ശക്തമായ പരീക്ഷണത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ആശ്വസിപ്പിക്കുന്നു. നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ കുളിരി ചൊരിയുന്ന വർത്തമാനങ്ങൾ പറയുന്നു. ഒരു ഭാഗത്ത് ശിക്ഷയുണ്ടാകുമെന്ന് പറയുന്നുണ്ട്, ഒരു ഭാഗത്ത് നിങ്ങൾ പരീക്ഷണത്തിലൂടെ കടന്നു പോകുമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഠിനമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്, ദുരനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അള്ളാഹു കൊടുക്കാണ്. എന്താണത്? അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കണം. അള്ളാഹുവും ഈ വേദഗ്രന്ഥവും നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇനി ഇവിടെ മുഅ്മിനീൻ എന്ന് പറഞ്ഞതിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സാധാരണഗതിയിൽ അല്ലദീന ആമനു എന്നാണ് പറയാറ്. പക്ഷെ ഇവിടെ വയുബശ്ശിറൽ അല്ലദീന ആമനു എന്ന് പറയാതെ വയുബശ്ശിറൽ മുഅ്മിനീന എന്നാണ് പറഞ്ഞത്. വ്യത്യാസം എന്താന്ന് വെച്ചാല്, മുഅ്മിനീൻ എന്നുള്ളത് ഇസ്മു ഫായിലാണ്. എന്താ ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ? ഇസ്മു ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് ആണ് അല്ലെ? നമ്മളൊരു പിന്നെ നാമവിശേഷണമാണ്. മലയാളത്തിൽ പറഞ്ഞാല് പെട്ടെന്ന് തിരിയൂല. അതായത് അല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്നതും മുഅ്മിനീൻ എന്നുള്ളതും ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ചാല്, മുഅ്മിനീൻ എന്ന് പറയുമ്പോൾ അത് ശരിക്കും വിശ്വസിച്ച ആളുകളാണ്. വിശ്വാസം അവരുടെ മനസ്സിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. നിരന്തരം വിശ്വാസത്തെ കൊണ്ടു നടക്കുന്ന ആളുകളാണ് മുഅ്മിനുകൾ. അല്ലദീന ആമനു എന്ന് പറഞ്ഞാലോ, ഫിഇലിന്റെ ഒരു പ്രത്യേകത എന്താ? ഫിഇല് ഇപ്പൊ ആമനു എന്ന് പറയുമ്പോൾ ഒരു ഫിഇലാണല്ലോ അല്ലെ? ആമനു എന്നുള്ളത് ഫിഇലാണ്, ഒരു കർമ്മമാണ്, ഒരു വെർബാണ്. പക്ഷെ അല്ല അങ്ങനെ അതൊക്കെ അതുണ്ട്. പക്ഷെ ഈ ഒരു ഫിഇൽ ഉപയോഗിക്കുമ്പോ, സാധാരണ ഇതിലൊരു ഫിഇൽ ഉപയോഗിക്കുമ്പോ അതിന്റെ ഉദ്ദേശം അത് ഇറ്റ്സ് ടൈം ബൗണ്ട്, ഒരു സമയത്തിന് ബന്ധമാണ്. അതുകൊണ്ടല്ല പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് ടെൻസ് എന്നൊക്കെ പറയുന്നത് നമ്മള്. പക്ഷെ ഇസ്മാവുമ്പോഴോ, ഇസ്മു നൗൺ ഉപയോഗിക്കുമ്പോഴോ അത് എല്ലാ കാലത്തും ബാധകമാണ്. സ്ഥിരമാണ്. കറക്റ്റ്. അപ്പോ അൽ മുഅ്മിനീൻ വയുബശ്ശിറൽ മുഅ്മിനീൻ എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ എല്ലാ സന്ദർഭത്തിലും വിശ്വസിക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് ഖുർആനില് നമ്മൾ നോക്കൂ, അൽ മുഅ്മിനീൻ അള്ളാഹു എവിടെയും വിമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. വളരെ അപൂർവം ചില ഒരു സന്ദർഭത്തിലൊക്കെ സൂറത്തുൽ നൂറിലോ മറ്റോ അങ്ങനെ പറഞ്ഞെന്ന് ഒഴിച്ചു നിർത്തിയാൽ അൽ മുഅ്മിനൂൻ എടുത്തിട്ട് അള്ളാഹു ഒരു വിമർശനം പറഞ്ഞിട്ടില്ല. പക്ഷെ അല്ലദീന ആമനു എടുത്തിട്ട് വിമർശനം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. എന്താ അർത്ഥം? ചെയ്യാത്തത് എന്തിനാ പറയുന്നത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് അല്ലദീന ആമനു യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കൂ. വിശ്വസിച്ചവരോട് പിന്നെ വിശ്വസിക്കാൻ പറയണത് എന്തുകൊണ്ടാ? അതായത് അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ വിശ്വാസം പറയുന്നുണ്ട്, നിങ്ങളിപ്പോ വിശ്വസിച്ചതായിട്ടാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ആ വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരമായിട്ടില്ല, കൺസിസ്റ്റന്റ് ആയിട്ടില്ല. അതുകൊണ്ട് ആമിനു. അത് ഏതുപോലെ എന്ന് വെച്ചാല്, വെള്ളം കുടിക്കുന്ന ഒരാളോട് വെള്ളം കുടിക്കുന്നവനെ നീ അത് പൂർണ്ണമായിട്ട് കുടിക്കൂ, നടക്കുന്നവനെ നീ നന്നായിട്ട് നടക്കൂ എന്ന് പറയുന്നത് പോലെയാണ് അത്. പക്ഷെ അൽ മുഅ്മിനൂൻ എന്ന ഇസ്മു ഫായിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ദർ ഇസ് നോ ടൈം, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അപ്പൊ നോക്കൂ,
വയുബശ്ശിറൽ മുഅ്മിനീൻ, ആർക്കാണ് സന്തോഷ വർത്തമാനം? വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച ആളുകൾ, വിശ്വസിച്ചു എന്ന് പറയുന്ന ആളുകളല്ല, യഥാർത്ഥത്തിൽ വിശ്വാസം ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് ഇറങ്ങി അത് ജീവിതത്തിൽ പ്രകടമാകുന്ന ആളുകൾ, അവർക്കാണ് ഈ ഖുർആൻ എന്താവുക? സന്തോഷ വർത്തമാനാകാം. മുദബ്ദബീന ലാ ഇലാഹ ഹൗല വലാ ഇലാഹ ഹൗല, അവർക്കല്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോൾ വിശ്വാസിയാവും, ആ കാര്യമൊന്നുമില്ലെങ്കിൽ അവിശ്വാസിയാവും. അങ്ങനെയുള്ള ആളുകൾക്കല്ല. അലിഫ്ലാം വന്നതുകൊണ്ട് അതന്നെ ആയിരിക്കില്ല. അൽനിർണത്തിന് അലിഫ്ലാം പ്രത്യേകമായിട്ട്. അലിഫ്ലാമിനും അങ്ങനെ ഒരു പ്രത്യേകത. അൽ മാരിഫ, അതായത് ആ വിശ്വാസം പൂർണ്ണമായ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ, അതായത് വിശ്വാസം കൊണ്ട് അറിയപ്പെടുന്ന ആളുകൾ എന്ന അർത്ഥം വരും മാരിഫായിട്ട്. അലിഫ്ലാമിന്റെ ഇതന്നെ അതാണല്ലോ, അദാത്തു താരീഫാണത്. വിശ്വാസം കൊണ്ട് അറിയപ്പെടുന്ന ആളുകൾ, വിശ്വാസം പൂർണ്ണമായ ആളുകൾ, അല്ലെങ്കിൽ വിശ്വാസം കൺസിസ്റ്റന്റ് ആയ ആളുകൾ. പൂർണ്ണമായിട്ട് വിശ്വസിച്ച ആളുകൾക്കും ചിലപ്പോൾ തെറ്റൊക്കെ പറ്റാം, പക്ഷെ അതല്ലാത്ത വിശ്വാസം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾ, വെറുതെ വിശ്വസിച്ചു എന്ന് വാക്കുകൊണ്ട് പറയുന്നവരല്ല, നിരന്തരമായ വിശ്വാസം. ഇനി ഇവിടെ വേറൊരു വാചകം ശ്രദ്ധിച്ചു. ഇപ്പൊ സാധാരണഗതിയിൽ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സാലിഹാത്ത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ. അന്ന ലഹും അജ്റൻ ഹസന, അവിടെ ഒരു ബി വിട്ടുപോയിട്ടുണ്ട്. ബി അന്ന ലഹും എന്നാണ് പറയേണ്ടിയിരുന്നത് സാധാരണഗതിയിൽ. ഇപ്പോ പല സ്ഥലത്തും ഖുർആൻ അത് പ്രയോഗിച്ചപ്പോ ബി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബശ്ശിറുഹും ബി അദാബിൻ അലീം, പിന്നെ ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലഅ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദുൻ വഅബ്ശിറൂ ബിൽ ജന്ന ബശ്ശിറുഹും ബി അദാബിൻ അലീം. അവിടെയൊക്കെ ബശ്ശറ പറയുമ്പോൾ സാധാരണ ഇതിൽ ഒരു ബാ ചേർക്കാറുണ്ട്. ഇവിടെ ആ ബാ ചേർത്തിട്ടില്ല. അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. പരലോകത്താണ് ലഭിക്കുക, പെട്ടെന്ന് തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. ആ ബാ എന്ന് പറയാനുള്ള സമയം പോലും ഇല്ല, ബാ എന്നത് പോലും അവർക്കിടയിൽ ഒരു അകലമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബാ വിട്ട് കളഞ്ഞതെന്നാണ് മുഫസ്സിറുകൾ അതിനെ കുറിച്ച് പറയുന്നത്. ബാ ആ ഇക്വേഷനിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. അത് തഖരീബിന് വേണ്ടി ചെയ്താണെന്ന്. ആ പ്രതിഫലം അവർക്ക് പെട്ടെന്ന് കിട്ടും, ഇമ്മീഡിയറ്റ് പ്ലഷർ കിട്ടും. ഈ ദജ്ജാലിന്റെ ഉപദ്രവത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സന്തോഷ വർത്തമാനം അള്ളാഹു ആ അർത്ഥത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ പ്രയാസത്തിന്റെ ഈ സമയം, ദജ്ജാലിന്റെ ഈ കഠിനമായ പരീക്ഷണത്തിന്റെ സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകും. എന്നിട്ട് അവർക്ക് അതിമഹത്തായ പ്രതിഫലം പെട്ടെന്ന് ലഭിക്കും എന്ന വാക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാ എടുത്തു കളഞ്ഞത് എന്നാണ് പറയുന്നത്. എത്ര മനോഹരമാണ് ഖുർആനിന്റെ പ്രയോഗം നോക്കൂ. അള്ളാഹു ഒരു ബാ പ്രയോഗിക്കാത്തത് എന്താണ് എന്നതുപോലും നമുക്ക് മനസ്സിലാകുന്നു. അൽ മുഅ്മിനീൻ അല്ലദീന ആമനു എന്ന് പറയാതെ അൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു. ഇനി ഇതിനുശേഷം അവിടെ അൽ മുഅ്മിനീന അൽ ആമിലീന സാലിഹാത്ത് എന്നല്ല പറയുന്നത്, അല്ലദീന യഅമലൂന സാലിഹാത്ത്. അതിലും വേറെ ഉദ്ദേശമുണ്ട്. നമ്മുടെ സമയം ഏറെക്കുറെ അവസാനിച്ചുകൊണ്ട് അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലദീന യഅമലൂന സാലിഹാത്തും അന്ന ലഹും അജ്റൻ ഹസനയും കൂടി നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്, അടുത്ത ആഴ്ചയോടുകൂടി രണ്ടാമത്തെ ആയത്ത് നമുക്ക് തീർക്കാം. അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ ഈ ഡിസ്കഷനിൽ വന്നത് ബഅസ് ഒന്നുകൂടെ നമ്മൾ വിശദീകരിച്ചു. യുന്ദിര പറഞ്ഞു, മിൻ ലദുൻഹു എന്നതിന്റെ സ്പെഷ്യലായിട്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞു. യുബശ്ശിറ അൽ മുഅ്മിനീൻ, വിശ്വാസികളായിട്ട് നിലകൊള്ളുന്ന, കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വാസികളായിട്ട് നിലകൊള്ളുന്നവർക്കുള്ള സന്തോഷ വർത്തമാനമാണെന്ന് പറഞ്ഞു. ബാ എന്നുള്ളത് ബി അന്ന ലഹും എന്നുള്ളത് ബാ കളഞ്ഞതുകൊണ്ട് എന്താണ് മെച്ചം? ആ പ്രതിഫലത്തെ കുറിച്ചുള്ള ഒരു ശുഭ വർത്തമാനം പെട്ടെന്ന് നൽകുന്നതാണ് എന്നും പറഞ്ഞു. ഈ അർത്ഥത്തിലാണ് നമ്മൾ ഈ ആയത്തിനെ ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കുറച്ചുകൂടി ചിലതൊക്കെ വിശദീകരിക്കാണ്ട് ഞാൻ ചിലതൊക്കെ വിട്ടുകളഞ്ഞതാണ്, കാരണം ഒരുപാട് സ്ലോയിൽ നമ്മൾ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ബാക്കി കൂടി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا.
اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.